ഹായ്, ഞാൻ കഴിഞ്ഞ പ്രസൻറ്റേഷനിൽ നിങ്ങളുടെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്തത് പാർട്ടീഷൻ എന്തായിരുന്നു എന്നാണ്. എങ്ങനെയാണ് OS ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും ബേസിക് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റം റെഡിയായി നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയുള്ള കേസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ വരാൻ പറ്റുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അതെങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുമെന്നാണ് ഞാൻ ഈ പ്രസൻറ്റേഷനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ സിസ്റ്റം സ്റ്റോർ ചെയ്യുമ്പോൾ ഡാറ്റ ലോഡ് വരും, ഡാറ്റ കുറേ സ്റ്റോർ ചെയ്യേണ്ടി വരും, സ്റ്റോറേജ് കൂടും, പിന്നെ ഡാറ്റ ഡിലീറ്റ് ആവും, അങ്ങനെയുള്ള കേസസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഡാറ്റ എന്നത് നമ്മുടെ OS സ്ലോ ആണെന്നിരിക്കട്ടെ, എന്തൊക്കെ നിങ്ങൾ ചെയ്യും? ഫസ്റ്റ് ചെയ്യേണ്ടത് ഡിസ്ക് ക്ലീനപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ പ്രസൻറ്റേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് വരേണ്ടത് സ്ലോനെസ് എപ്പോഴും വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡീഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഡീഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടി ഞാനൊരു ടോപ്പിക്ക് പറയാം. അങ്ങനെയാണ് ഡീഫ്രാഗ്മെൻറ്റേഷൻ എന്തിനാണ് ചെയ്യുന്നത്, ആ ഡാറ്റ എന്നത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് ഹാർഡ് ഡിസ്കിനകത്ത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മളൊരു ഡാറ്റ അല്ലെങ്കിൽ ഒരു ഫയൽ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ, ഹാർഡ് ഡിസ്കിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ ആദ്യം ഇത് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫ്രീ ഹാർഡ് ഡിസ്ക്കാണെന്ന് വെച്ചോ, അതിനകത്ത് കുറച്ച് സ്പേസ് OSൻ്റെ ഫയൽസ് റൈറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കും. അതിനുള്ള ഒരു സ്പേസ് നമ്മൾ ഹാർഡ് ഡിസ്ക് ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, OS ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ 40 GB ഹാർഡ് ഡിസ്ക് ഉള്ളത് 36 GB നമുക്ക് കിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാം OSൻ്റെ ഫയൽസിന് വേണ്ടി അത് സ്റ്റോർ ചെയ്ത് അത് റിസർവ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ബാക്കിയുള്ള ഡാറ്റയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഡാറ്റ നമ്മുടെ പേഴ്സണൽ ഡാറ്റ ഡ്രൈവ് ആക്കി നമ്മൾ വെച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് റൈറ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെ റൈറ്റ് ചെയ്യുമ്പോൾ ഇത് ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കല്യാണത്തിന് പോവുക, കല്യാണം ഓഡിറ്റോറിയത്തിൽ കയറി ഇരിക്കുമ്പോൾ കുറേ കസേരകളുണ്ടാവും. നമ്മളെന്ത് ചെയ്യും, എല്ലാവരും ഓർഡർ അനുസരിച്ചാണോ ഇരിക്കുന്നത്? അല്ല, ഒരാൾ ആദ്യം പോയിരിക്കും, ഒരാൾ ഇടയ്ക്ക് കയറിയിരിക്കും, ഒരാൾ നടുക്ക് കയറിയിരിക്കും. അങ്ങനെ അതുപോലെ തന്നെയാണ് നമ്മൾ ഡിസ്കിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ചിലപ്പം ഫസ്റ്റ് ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യും, ചിലപ്പം ആ ഫയലിൻ്റെ തന്നെ ചെറിയ പാർട്ട് വേറെ അടുത്ത് സ്റ്റോർ ചെയ്യും. അങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ OSന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫസ്റ്റ് സെഗ്മെൻറ്റിൽ വന്നിട്ട് പിന്നെ ബാലൻസ് എത്തുമ്പോൾ നെക്സ്റ്റ് അഡ്രസ്സിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ആ ടൈമാണ് നമ്മുടെ സിസ്റ്റം സ്ലോ ആകുന്നത്. അപ്പോൾ സ്ലോ ആകുന്നത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡീഫ്രാഗ്മെൻറ്റേഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ക്ലസ്റ്റേർഡ് ഒരു ഫയൽ തന്നെ ആയിരിക്കും, പക്ഷേ ക്ലസ്റ്റേർഡ് ആയിരിക്കും. ക്ലസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 ബൈറ്റ് ചിലപ്പോൾ ഒരു ലൊക്കേഷൻ ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് ഒരു 1000 ബൈറ്റ്സ് കഴിഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് വരുന്നത്. അങ്ങനെ ഒരു അഡ്രസ്സ് വെച്ച് നമ്മുടെ സിസ്റ്റം മാനേജ് ചെയ്തോളും, പക്ഷേ എടുക്കുന്ന രീതി വ്യത്യാസം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഡീഫ്രാഗ്മെൻറ്റേഷൻ എന്നൊരു പ്രോസസ്സുണ്ട്, നമ്മുടെ OSൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഈ ക്ലസ്റ്റേർഡ് ഫയൽസിനെ സീരീസ് ആക്കി മാറ്റും, സീരിയൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഡീഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അത് നമ്മുടെ OSൻ്റെ കൂടെ തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഇതുണ്ട്. ഇത് കൺട്രോൾ പാനൽ എടുക്കുക. ഇതെങ്ങനെ എടുക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതെടുക്കുന്നത് കൺട്രോൾ പാനൽ എടുക്കുക, വിൻഡോസ് കൺട്രോൾ പാനൽ എടുക്കുക, വിൻഡോസ് ബട്ടൺ ഞെക്കിയ കൺട്രോൾ പാനൽ ഓപ്ഷൻ കിട്ടും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കുറേ ടൂൾസ് നമുക്ക് കിട്ടും. അതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസ് എന്ന് പറഞ്ഞൊരു ഐക്കണുണ്ട്, അതിൽ പ്രസ് ചെയ്യുക. അതിനകത്ത് കുറേ ഓപ്ഷൻസുകളുണ്ട്. അതിൽ കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതെടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു പോപ്പപ്പ് വിൻഡോ കിട്ടും. ആ പോപ്പപ്പ് വിൻഡോയിൽ കുറേ ട്രീ മോഡലിൽ കുറേ ഓപ്ഷൻസ് തരും. ആ ട്രീ മോഡലിൽ തരുന്ന ഓപ്ഷൻസിൽ ഡിസ്ക് മാനേജ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതാണ് നമ്മുടെ ടൂൾ. അതെടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ നമ്മുടെ ഒരു ലിസ്റ്റ് പോലെ നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ ഡ്രൈവ്സും, CD-ROM, ഫ്ലോപ്പി ഡ്രൈവും, USB ഡ്രൈവ് ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഡ്രൈവ് ലെറ്റേഴ്സ് കാണിക്കും. അതിൻ്റെ ഡിസ്ക്കും അതിൻ്റെ ഇമേജ് റെപ്രസെൻറ്റേഷനിൽ കാണിക്കും. അതിൽ ഓരോന്നും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ അതിൻ്റെ ഡിസ്കിൻ്റെ, അപ്പോൾ ഇപ്പോൾ 1 GB ഒരു ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ ഒരു സെക്ഷൻ ആവും, അതിനെ എത്ര പാർട്ടീഷൻ ആക്കിയിട്ടുണ്ടോ അതെല്ലാം സ്പ്ലിറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണിക്കുന്നത്. അതിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കുറേ ഓപ്ഷൻസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓപ്ഷനാണ് ഡിസ്ക് ക്ലീനപ്പ് എന്നൊരു ഓപ്ഷൻ. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസ് എടുക്കുമ്പോൾ ഫസ്റ്റ് ആ പോപ്പപ്പ് ഓപ്പണായി വരുന്ന സ്ക്രീനാണ്. അതിനകത്തൊരു ബട്ടൺ ഉണ്ട്, ഡിസ്ക് ക്ലീനപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിൽ OS റിലേറ്റഡോ അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ ടെമ്പററി ഫയൽസ് ഉണ്ടാവും. അങ്ങനെയുള്ള ടെമ്പററി ഫയൽസ് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഡിസ്ക് ക്ലീനപ്പ് യൂസ് ചെയ്യുക. അത് നമുക്ക് റീസൈക്കിൾ ബിന്നോ ഏത് ഓപ്ഷൻ വേണമെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്പേസ് വർദ്ധിപ്പിക്കാം. പിന്നെ ഉള്ളത്
ടൂൾസ് മെനു ആണ്. ടൂൾസ് മെനു എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ഓപ്ഷൻസ് ആണ് ചെക്ക് ഡിസ്ക് പിന്നെ ഡിഫ്രാഗ്മെന്റേഷൻ. ചെക്ക് ഡിസ്ക് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിൽ കുറേ റൈറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ, കുറേ നാൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 1 വർഷം 2 വർഷം ആകുമ്പോൾ ബാഡ് സെക്ടേഴ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മുടെ ഇതൊരു പോയിന്റർ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഒരു പോയിന്റർ ഉണ്ട്, ഈ ഡിസ്കിൽ കിടന്ന് റൗണ്ട് ചെയ്യും, അത് വെച്ചിട്ടാണ് അത് പിക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്ക്രാച്ചസോ ഒക്കെ വരുവാണെങ്കിലാണ് ബാഡ് സെക്ടർ എന്നൊരു കേസ് വരിക. അത് ചില ഫയൽ റൈറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല, CD-യിലൊക്കെ വരുന്നുണ്ട്, അങ്ങനെയുള്ള ബാഡ് സെക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് ചെക്ക് ഡിസ്ക്. പിന്നെ നെക്സ്റ്റ് അതിൻ്റെ താഴെയുള്ള ബട്ടണാണ് defragmentation. defragment ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു പോപ്പപ്പ് വരും, അതിനകത്ത് എല്ലാ ഡ്രൈവ്സും കാണിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈവ് സെലക്ട് ചെയ്യാം. താഴെ ഒരു ഓപ്ഷൻ വരും, അനലൈസ് ഡിസ്ക് ആൻഡ് defragment. അനലൈസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇത് സ്കാൻ ചെയ്യും, നമ്മുടെ ഏത് പാർട്ടാണ് ഏത് ഡ്രൈവാണ് ചെയ്യേണ്ടത്, അതിനകത്ത് എവിടെയൊക്കെയാണ് ഫയൽസ് കിടക്കുന്നത്, അതിൻ്റെ അഡ്രസ്സും എല്ലാം ഇത് മോണിറ്റർ ചെയ്ത് ഒരു ഗ്രാഫ് നമ്മളെ കാണിക്കും. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ defragment now എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മളെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആനിമേഷൻ പോലെ കാണിച്ചു തരും. ഇത് ഇന്ന ഡാറ്റ ഉണ്ട്, നീല, ഇത് നീല, ഇവിടെ നീല, ഇന്ന ഫയൽസാണ്, കൺകറൻറ്റ് ഫയൽസാണ്, ഇതിൻ്റെ ഡാറ്റ ഇൻകൺകറൻ്റ് ആണ്, അത് അല്ലെങ്കിൽ ക്ലസ്റ്റേർഡ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുക. അതെല്ലാം ഒരു ടൈം എടുക്കും, ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ എടുക്കും. ചിലത് ഫാസ്റ്റായിട്ട് കഴിയും, ചിലത് സമയം എടുക്കും. അപ്പോൾ അത് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ വേണമെങ്കിൽ, ഇപ്പോൾ ഓണാക്കി ഇട്ടിട്ട് രാത്രി ചെയ്യാൻ പറഞ്ഞാൽ അത് ഇരുന്ന് ചെയ്തോളൂ. ഷെഡ്യൂളിൽ ചെയ്യാനുള്ള ഓപ്ഷൻസും അതിനകത്തുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.